എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളുടെ മേൽ ദൈവം വാഗ്ദത്തങ്ങൾ നമ്മൾക്ക് തന്നു കഴിയുമ്പോൾ ആ വാഗ്ദത്തങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയാൻ, അല്ലെങ്കിൽ ആ വാഗ്ദത്തങ്ങളെ ലേറ്റ് ആക്കിപ്പിക്കാൻ ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ വ്യക്തി എൻ്റെ അടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിനു മുൻപ് ഒരു വലിയ സഭയുമായി ബന്ധപ്പെട്ട്, ഒരു വലിയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. ഞാനത് അതിൻ്റെ എന്താ പറയുക, അത് സ്ഥാപിച്ച, അതായത് ആ പ്രസ്ഥാനം, ആ സഭ സ്ഥാപിച്ച പാസ്റ്ററുടെ കുടുംബത്തിന് അത് ബുദ്ധിമുട്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഒന്ന് ഞാൻ പ്രൈവറ്റ് ആക്കി ഇടുവാനായിട്ട് ഇടയായി. കാരണം അതിൻ്റെ റീസണൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ ഞാനിത് പറഞ്ഞതുകൊണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചില വിഷയങ്ങളിൽ ഞാൻ ഇതും ഒന്ന് തൊട്ടു. അപ്പം ഒരു കഴിഞ്ഞ സൺഡേ അവിടെ കുറച്ച് നാടകങ്ങളൊക്കെ അരങ്ങേറി. അപ്പോൾ നാടകങ്ങളൊക്കെ അരങ്ങേറിയപ്പോൾ എൻ്റെ തെളിവുകൾ ഇരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ എല്ലാം പുറത്തോട്ട് വിട്ടൊരു മറുപടി വീഡിയോ ഒക്കെ എനിക്ക് ഇറക്കാം. ഒരുപാട് പേര് എന്നോട് മറുപടി വീഡിയോ ഇറക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദൈവം എന്നോട് ഒരു ദേവദാസനിലൂടെ ആലോചന പറഞ്ഞു. ദൈവം അതിനകത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് വെച്ചാൽ ദൈവം നിന്റെ നീതി ഞാൻ വെളിപ്പെടുത്തുമെന്ന് എന്നോട് ഇങ്ങോട്ട് ആലോചന പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ദൈവം ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതാ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതും. അതുകൊണ്ട് അതിന് തൽക്കാലം ഞാൻ മറുപടി ഒന്നും കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ഒരു വ്യക്തിക്ക് അവിടുത്തെ മീഡിയയുമായിട്ട്, അതായത് ഞാൻ പറഞ്ഞ ആ പ്രസ്ഥാനത്തിൻ്റെ മീഡിയയിൽ ഇരിക്കുന്ന, മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന, അതായത് മീഡിയയുടെ ഹെഡായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു ചെറു തടിയൊക്കെ ആയിട്ട് ഒരു ആക്സിഡൻ്റൊക്കെ പറ്റി കിടക്കുന്ന ഒരുത്തനാ. ഓക്കെ, അവനുണ്ട് അവിടെ. അപ്പം അവൻ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ ഇതുവരെ മിണ്ടിയില്ല. അവൻ ഒരു പ്രാവശ്യം, ഞാൻ ആദ്യം ഇതിനു മുൻപേയും പേരൊന്നും പറയാതെ തന്നെ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇറക്കിയിരുന്നു. ആ വീഡിയോ ഇറക്കിയപ്പോൾ ഇവന് ആക്സിഡൻ്റ് ആയിട്ട് കിടന്നിട്ട് ഒരു ദിവസം ഇവനെ ഞാൻ കണ്ടു. കിടന്നപ്പോഴല്ല, അത് കഴിഞ്ഞ് ഇവൻ കുറച്ച്, ഞാൻ പോയൊരു ചർച്ചിനകത്ത് ഇവൻ വന്നപ്പോൾ ഇവനെ ഞാൻ കണ്ടു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, ഇവനെ ഞാൻ കണ്ടപ്പോൾ സുഖമായോ എന്ന് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു. അന്നേരം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ വീഡിയോ ഒക്കെ കാണുന്നു കേട്ടോ, അടിപൊളിയാണ്, പിന്നെ ഇതാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് കേട്ടോ, വല്ലതും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, പകുതി കുറേ ഞാൻ പറഞ്ഞു തരാമെന്ന് എന്നോട് പറഞ്ഞ വ്യക്തിയാണ്, ഓർക്കണമേ. എന്നിട്ട് ഞാൻ അതങ്ങനെ അങ്ങ് വിട്ടു. കാരണം ഇവനെക്കുറിച്ചുള്ള റിവ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവൻ ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും. കാരണം ഈ രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൂടത്തുണ്ടാക്കുന്ന ഈ ഒരു വക പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് ഇവനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവനെ മൈൻഡാക്കാതെ വിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇവനാണ്, ഞാനിത് ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിർത്തിയെന്ന് ഇവന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇനി ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ഒന്നും തൽക്കാലം ഞാൻ ഇറക്കത്തില്ല എന്ന്, തൽക്കാലം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, തൽക്കാലം ഞാൻ ഇറക്കത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനാകെപ്പടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ പോയി. കാരണം ഇവന് അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം, ഇതിനകത്ത് കിടന്ന് ഇവന് നല്ലപോലെ ഒരു കളി കളിക്കണം. അപ്പോൾ ഇവൻ അത് പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവൻ ഇന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. ഇവൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ഇവൻ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ്റെ നമ്പറൊക്കെ കൊടുത്ത്, ഇവൻ ഓൾറെഡി എൻ്റെ നമ്പർ അറിയാം, ഇവൻ്റെ നമ്പർ എനിക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇവനാണ് അതിൻ്റെ മീഡിയയുടെ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം. എന്നിട്ട് വാട്സപ്പിൻ്റെയൊക്കെ അഡ്മിനായിട്ട് ഇവനും ഒരാളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇവൻ അതറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവൻ എന്നിട്ട് അവിടെ വന്നിട്ട് നാട്ടുകാർക്കൊക്കെ ഇവൻ്റെ ഒരു നമ്പറൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്നെ ഒന്ന് പ്രകോപിപ്പിച്ചതാണ്. ഞാൻ വീഡിയോ ഇറക്കണം, അതിനുവേണ്ടി ഇവൻ എന്നെ ഒന്ന് പ്രകോപിപ്പിച്ചതാണ്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പേരൊന്നും പറയാതെ ഞാൻ വീഡിയോ ഇട്ടത്. കാരണം പിശാച് അങ്ങനെ ജയിക്കേണ്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിശാചിനെ ജയിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം പേര് പറയാത്തത്. ഓക്കെ, പക്ഷേ മനസ്സിലാകേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ആളാരാന്ന് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ, അവിടെയുള്ളവർ എല്ലാവർക്കും മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇവന് വന്നിട്ട് അവിടെ കമൻറ്റ് ഇട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. നമ്മൾക്ക് ധൈര്യത്തിന് യാതൊരു കുറവുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവനെ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നയാളാണ്, നീ അല്ലേ പറഞ്ഞ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പിന്നെ ഇത് എന്താ പറയുക, ധൈര്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആരാ മറുപടി പറയാൻ? നിന്നോട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം നീ അവിടെ മീഡിയ കൈകാര്യം ചെയ്യുന്നെന്ന് പറഞ്ഞാലും എന്നെ പോലെ തന്നെ നീയും ഒരു സാധാ വിശ്വാസി, പെന്തക്കോസ്ത് കുളത്തിൽ നീയും ഒരു സാധാ വിശ്വാസി, അതിലപ്പുറം ഒന്നുമില്ല. പിന്നെ നിന്റെ മറുപടി എനിക്ക് എന്തിനു വേണം? നിന്നോട് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമില്ല. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുടെ മറുപടി തരേണ്ട ആളും നീയുമല്ല. എനിക്ക് വേണ്ടിയിട്ട് മറുപടി ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ആ പ്രസ്ഥാനത്തിൽ തന്നെ അവിടെയുള്ള എൽഡേഴ്സ് മീറ്റിംഗ് വിളിച്ച് അവിടെ തന്നെ മറുപടി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്നോട് മറുപടി ആരോടും ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇനി അതുമല്ല, നീ തീരെ മറുപടി തരേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു ഇവൻ്റെ. അപ്പോൾ ഇവൻ എന്നെ ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നത്, ചീത്ത പറയുന്നു, അതും ഇതൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് റേസായിട്ടങ്ങ് സംസാരിക്കുന്നവൻ. ഇവൻ ഓൾറെഡി ആത്മീയനല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇവൻ അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും, ആ പാസ്റ്ററിൻ്റെ കൂട്ടത്തിൽ നിൽക്കും, ഈ പാസ്റ്ററിൻ്റെ കൂട്ടത്തിൽ നിൽക്കും, ആ വിശ്വാസിയുടെ കൂട്ടത്തിൽ നിൽക്കും, ഈ വിശ്വാസിയുടെ കൂട്ടത്തിൽ നിൽക്കും, എല്ലാവരുടെയും ഇടയ്ക്ക് കിടന്നുകൊണ്ട് അടി ഉണ്ടാക്കുന്നവനാണ്. കാരണം അതാണല്ലോ ഞാൻ പറഞ്ഞത്. ആദ്യം കുറേ നാൾ ഞാൻ ഇതിന് മുൻപേ തന്നെ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയിരുന്നു. അന്ന് ഇവൻ എന്നോട് പറഞ്ഞതാണ്, എക്സലൻ്റ് ആണ്, എല്ലാം പറഞ്ഞതൊക്കെ സത്യമാണ്, എന്തെങ്കിലും വിവരം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ വ്യക്തി ഇന്ന് വന്ന് ഇത് സംസാരിക്കണമെങ്കിൽ എന്നെ പ്രകോപിപ്പിക്കാനാണ്. അതിൻ്റെ അർത്ഥം
ഞാൻ വീഡിയോ നിർത്തരുത്, ഞാൻ വീഡിയോ തുടരണം എന്ന് വെച്ചാൽ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഇനിയും ഇടണം. എന്നിട്ട് അവർക്ക് അത് വീണ്ടും വിഷയങ്ങൾ, ആ സഭയ്ക്കകത്ത് വീണ്ടും വിഷയങ്ങൾ ഉണ്ടാകണം. അതാണ് ഇവൻ്റെ പ്ലാൻ, ഇവൻ്റെ സ്വഭാവം അതാണ് ഇവൻ്റെ പ്ലാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ കളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്നെ ഭീഷണിയാണ്, നിൻ്റെ വീട്ടിൽ ഞാൻ വരൂടി, ഞാൻ ഇവരെയും കൊണ്ട് വരും, ഗുണ്ടകളെയും കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവൻ എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, നീ ഗുണ്ടകളുമായിട്ട് വരാൻ പറഞ്ഞു, ബാക്കി നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഓർക്കണം, ഇവന് ഈ ഗുണ്ടകളുമായിട്ട് വരുമെന്ന് പറഞ്ഞ് ഇവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. ഇവന് ദൈവം നല്ലൊരു അടി കൊടുത്തിരിക്കുക. കാരണം ഇവൻ ആ സഭയിൽ, ആ പ്രസ്ഥാനത്തിൽ ഇവൻ വരാനുണ്ടായ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ ഓഫീസിൽ ഇവൻ ജോലിക്കാരനായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇവൻ്റെ കള്ളത്തരം കാരണം ഇവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ്. എന്നിട്ട് ഇവൻ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ആ സഭ സ്ഥാപിച്ച പാസ്റ്റർ ഇവനെ അവിടെ അതിൻ്റെ മീഡിയയിലോട്ട് ഇവനെ എടുക്കുവാനായിട്ട് ഇടയായത്. എന്നിട്ട് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, CD-യും അതുപോലെ തന്നെ നമ്മുടെ കാസറ്റും ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് ആദ്യ സമയത്ത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്ത്, ഇതിൻ്റെയൊക്കെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഇവനാണ് നടത്തുന്നത്. അതിനകത്ത് ഇവൻ ഒത്തിരി തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചിട്ട് ഇവനെ അതിനകത്ത് നിന്ന് പിടിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ആ മരണപ്പെട്ടു പോയ ദേവദാസന് ഒരു കുഴപ്പമുണ്ട്, അദ്ദേഹത്തിന് എത്ര തെറ്റുള്ളവരെയും വീണ്ടും മാപ്പ് കൊടുത്ത് അതിനകത്ത് തന്നെ നിർത്തുന്ന ഒരു സ്വഭാവം ആ മനുഷ്യനുണ്ട്. അങ്ങനെ ഇവൻ വീണ്ടും അതിനകത്ത് തന്നെ തുടരുവാനായിട്ട്, ഇവൻ്റെ കള്ളത്തരം പിടിച്ചിട്ടും ഇവൻ അതിനകത്ത് തന്നെ തുടരുവാനായിട്ട് ഇടയായി. ഇന്നും അവൻ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇന്നത്തെ ഇവൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മരിക്കുന്ന പാസ്റ്ററിനെ ഇങ്ങനെ കാല് തിരുമ്മിക്കൊണ്ട് നടക്കുകയാണ്. കാരണം ഇവൻ അവിടുന്ന് സാലറി വാങ്ങി ജോലി ചെയ്യുന്നവൻ. ആ മീഡിയയിൽ വേറെ കുറേ ഇവൻ്റെ കീഴിലൊക്കെ ഒത്തിരി, ഇവൻ്റെ കീഴിലല്ല, അല്ലാതെ വേറെ ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ. അവിടെ ഒത്തിരി, ഇവനാണ് അതിന് ഹെഡായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒത്തിരി പിള്ളേർ അവിടെയുണ്ട്. ഒരു അസുഖബാധിതനായ ഒരു പയ്യനൊക്കെ ഉണ്ട്. അവരൊക്കെ ആത്മാർത്ഥതയുടെ സഭയുടെ ചരിത്രം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന അപ്പനും അമ്മയ്ക്കും ഒക്കെ ജനിച്ച മകനൊക്കെയാണ്. അവരൊക്കെ ഒത്തിരി പിള്ളേർ അതിനകത്ത്, നല്ല അപ്പനും അമ്മയ്ക്കും ജനിച്ച നല്ല ആൾക്കാർ അതിനകത്തുണ്ട്. ഇവനെ പോലെ അനാത്മീയനായിട്ട് ഒരുത്തനേ ഉള്ളൂ കേട്ടോ. ഇതുപോലത്തെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുത്തിത്തിരിപ്പി, പെണ്ണുങ്ങളുടെ സ്വഭാവത്തിനെ കഴിഞ്ഞ് അപ്പുറം ആയിട്ടുള്ള കുത്തിത്തിരിപ്പുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ഇവനേ ഉള്ളൂ അതിനകത്ത്, എന്ന് വെച്ചാൽ ആ മീഡിയയുടെ ഇതിനകത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടും. ഓക്കെ, വേറെ ആരെക്കുറിച്ചും എനിക്ക് കിട്ടിയിട്ടില്ല, ഇവനെക്കുറിച്ചാണ് എനിക്ക് പണ്ടേ കിട്ടിയതാണ്. അപ്പോൾ ഇവന് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇവൻ. എന്നിട്ട് ഇവൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ഇടണം, വീഡിയോ കണ്ടിന്യൂ ചെയ്തിട്ട് ഇടണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എവിടെയായിരുന്നു, ഇവൻ ഇങ്ങനെ ഇതൊക്കെ എന്താ പറയുക, അവിടുന്ന് കാസറ്റുകളും CD-കളും ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്തൊക്കെ കുറേ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചു ഒരുപാട് പൈസ. ഇവൻ്റെ തടി എന്ന് പറയുന്നത് ആ സഭയുടെ പൈസയാണ്. അതിനകത്തുനിന്ന് മേടിച്ചും അതിനകത്ത് ഇവൻ തട്ടിച്ചെടുത്ത പൈസയുമാണ് ഇവൻ്റെ തടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ അവൻ്റെ ഭാര്യ എങ്ങാണ്ട് വിദേശത്തെങ്ങാണ്ട് പോയിട്ട് അവരുടെ ചിലവിലാണ് ഇപ്പോൾ ഇവൻ ജീവിക്കുന്നത്. സഭയുടെ പൈസയും ഭാര്യയുടെ ചിലവിലുമാണ് ഇവനിപ്പോൾ ജീവിക്കുന്നത്. ഓക്കെ, ഇനി ഇവൻ്റെ നമ്മൾക്ക് അവിടെ ഇരുന്ന് ആ പ്രസ്ഥാനത്തിനകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ തന്നെ ഇവനിലുള്ള അനാത്മീയനെ വെളിച്ചത്ത് കൊണ്ടുവരുവാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവൻ്റെ ഈ എന്താ പറയുക, ദൈവം ഓരോരുത്തർക്കും അതിൻ്റേതായ ശിക്ഷ കൊടുക്കുന്നുള്ളത് കറക്റ്റ്. ഇവന് ഭയങ്കരമായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടിരിക്കുകയായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇവന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ഇവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർന്നു പോലെ കിടപ്പായിരുന്നു. എന്നിട്ട് ഇവന് കുറേ മാസങ്ങൾ കിടന്നിട്ട് ഇവൻ ഇപ്പം പതുക്കെ, ഇപ്പോഴും ക്ലിയർ ആയിട്ടൊന്നുമില്ല, ഇപ്പോഴും അതിൻ്റെ ഇതൊക്കെ തന്നെയായിട്ടാണ് അവൻ നടക്കുന്നത്. എന്നിട്ട് അവൻ അടുത്ത കുത്തിത്തിരിപ്പിന് ഇറങ്ങിയേക്കുവാണ്. സാധാരണ നമ്മൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനൊന്നും മാനസാന്തരപ്പെടും. ഇതൊന്നും മാനസാന്തരപ്പെടത്തില്ല. കാരണം ഇതൊന്നും മനസ്സാന്തരപ്പെടുന്ന കൂട്ടത്തിലല്ല. കാരണം വർഷങ്ങളായിട്ട് കള്ളത്തരവും കാണിച്ച് പൈസയും തട്ടിച്ച് സഭയ്ക്കകത്തു നിന്നൊക്കെ പൈസ തട്ടിച്ച് എടുക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഏത് വകുപ്പിൽപ്പെട്ടതെന്ന് നമ്മൾക്കറിയാലോ. അപ്പോൾ ഇവന് വീണ്ടും ഇപ്പോൾ അവനൊരു ഇച്ചിരി തല പൊങ്ങിയപ്പോഴത്തേക്കും ഇവൻ അടുത്ത കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയേക്കാം. അതവൻ എൻ്റെ അടുത്തോട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പൊന്ന്, നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഒരു ബുള്ളറ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അവൻ്റെ ബുള്ളറ്റ് ഒന്നും പറയണ്ട. അങ്ങനെയാണ് ഇവനൊരു വലിയ ആക്സിഡൻറ്റിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് ഇവൻ അടുത്ത പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്, അടുത്ത കുത്തിത്തിരിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിർത്തരുത്. കാരണം ഇവൻ ആദ്യം എന്നോട് പറഞ്ഞല്ലോ, ഇവന് പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. എന്ന് വെച്ചാൽ ഇവന് ഇനി വീണ്ടും ഞാൻ വീഡിയോ ഇറക്കണം, എന്നിട്ട് അതിനകത്ത് വീണ്ടും വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇവൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയുമ്പോൾ അന്നേരം അവിടെ ചെല്ലണം. ഇപ്പോഴത്തെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട്, പാസ്റ്ററെ ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാലേ ഇവന് ഡ്രാമ കളിക്കാൻ പറ്റത്തുള്ളൂ, നാടകം കളിക്കാൻ പറ്റത്തുള്ളൂ. ആ നാടകം കളി തുടർന്നാലേ ഇവൻ എന്തെങ്കിലുമൊക്കെ അതിനകത്തുനിന്ന് പൈസയുടെ എന്തൊക്കെ ഉണ്ടാകത്തുള്ളൂ. കാരണം പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ പുള്ളി ഇച്ചിരി പൈസയൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ പൈസയൊക്കെ മേടിച്ച് ഇവനൊന്ന് പുട്ടിടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഒന്നും പറ്റുന്നില്ലല്ലോ, ഭാര്യയുടെ ചിലവരും ജീവിക്കുന്നു. രണ്ടാമത് ഇതിനകത്തുനിന്ന് കിട്ടുന്ന, ചർച്ചിനകത്തുനിന്ന് കിട്ടുന്ന എന്താ പറയുക, അതാണ് പിന്നെ ശമ്പളത്തിലാണ് ഇവൻ ജീവിക്കുന്നത്. അപ്പോൾ ഇവന് വേറെ എക്സ്ട്രാ കിട്ടിയാൽ, ഈ പണത്തിനോട് ആർത്തിയുള്ളവർക്ക് എവിടുന്ന് വേണമെങ്കിലും കിട്ടിയാൽ എത്ര കിട്ടിയാലും തികയത്തില്ലല്ലോ. ആ ഒരു വകുപ്പാണ് അവൻ. അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ പരിപ്പ് ഇവിടെ വേഗത്തില്ല. കാരണം നീ എന്നെ വെല്ലുവിളിച്ചല്ലോ, ഗുണ്ടകളൊക്കെ ആയിട്ട് വരുമെന്ന്. അപ്പം നീ ആദ്യം വാ, എന്നിട്ട് അതിൻ്റെ ബാക്കി ഞാൻ
കാണാം. ഓക്കെ, എന്തായാലും ഇതിനകത്തൂടെ നിന്നെ ഫേമസ് ആക്കാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാരണം നിനക്കൊന്നും ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല, ഒരു വിലയും നിനക്കൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. കാരണം നിനക്ക് വില കൽപ്പിക്കാൻ നീ ആരാണ്? നീ അവിടെ ജോലി ചെയ്യുന്നു, ശമ്പളം മേടിച്ച് അതുകൊണ്ട് പുട്ടടിക്കുന്ന ഒരുത്തൻ. അല്ലാതെ നിന്നെയൊക്കെ എവിടെ ആരെന്ത് വില കൽപ്പിക്കാനാണ്? അതിനകത്തുള്ള ആരെങ്കിലും ഇനി ഇവൻ്റെ ചരിത്രങ്ങളൊന്നും അറിയാൻ മേലാത്ത ആരെങ്കിലും നിനക്ക് വില കൽപ്പിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. നിൻ്റെ ചരിത്രങ്ങൾ അറിയുന്ന ആരും നിനക്ക് ഒരു വിലയും കൽപ്പിക്കുകയില്ല. കാരണം നീ അവിടെയുള്ള ഏതൊരു വ്യക്തിനും ഒരു സാധാ പെണ്ണുങ്ങളെ കഴിഞ്ഞ് അപ്പുറമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവനാണ്. കാരണം ഇവൻ ഇവിടെ നിൽക്കും അവിടെ നിൽക്കും, പാസ്റ്റർമാരുടെ ഇടയിൽ പോലും ഇവൻ അടി ഉണ്ടാക്കുന്ന ഒരുത്തനാണ് ഇവൻ എന്ന് പറയുന്നത്. ഇവനാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഞാൻ കുറേ വീഡിയോ ഇറക്കിയിട്ട് മാസങ്ങളായി കേട്ടോ. ആദ്യത്തെ വീഡിയോ ഇറക്കിയിട്ടും ആദ്യം ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഇവൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, പിന്നെ ചെയ്തതൊക്കെ ശരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്നൊന്നും ഇവനൊന്നും അനങ്ങിയിട്ടില്ല കേട്ടോ. അന്നൊക്കെ വീഡിയോ കമൻറ്റ് ബോക്സൊക്കെ ഓപ്പൺ ആണ്, അന്നൊന്നും ഇവൻ വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇട്ടു, എന്നിട്ട് അവിടെയും അവൻ വന്നില്ല കേട്ടോ. അന്നേരം എൻ്റെ ഓപ്പൺ ആയിട്ടുള്ള കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ടുള്ള വീഡിയോകളുണ്ട്, അവിടെയൊന്നും അവൻ വന്നില്ല. ഇന്നലെ ഞാൻ നിർത്തിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൻ ഇന്ന് ചാടി വീണിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇവൻ്റെ ഉദ്ദേശം എന്താണ്, ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ സഭയിലുള്ളവർ ഇവനെ ഒന്ന് സൂക്ഷിച്ചു. ഇവൻ്റെ അടുത്ത് പൈസ കച്ചവടത്തിനും പോകരുത്, ഇവൻ്റെ അടുത്ത് എന്താണ് ഒന്നും പറയാനായിട്ട് പോകരുത്. കാരണം അത് ഇവിടെയും അവിടെയും എല്ലാം ചെന്ന് പറഞ്ഞ് ആകെപ്പാടെ കുളവാക്കി തരുന്ന ഒരു സാധനമാണ് ഈ പുള്ളി എന്ന്, ഈ മീഡിയയുടെ ഹെഡിലിരിക്കുന്ന ഈ വ്യക്തിയെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ സ്ഥിരം വചനം കേൾക്കുന്ന പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം. കാരണം അതുപോലെ ആ വ്യക്തി വിളിച്ചിട്ട് എന്നെ മോശം പറയുകയും തെറി പറയുകയും ഒക്കെ ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇവൻ്റെ ഒരു സ്വഭാവം ഒന്ന് ആ സഭയിലുള്ളവരൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, അവൻ ഇങ്ങോട്ട് കിടന്നുകൊണ്ട് കള പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതൊന്നും അവൻ അങ്ങോട്ട് കേൾക്കാനും നിൽക്കുന്നില്ല. ഞാൻ അവനോട് ആദ്യം തന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പം തന്നെ മര്യാദയുള്ളവർക്കും വിവരമുള്ളവർക്കും മനസ്സിലാകും. ഇവന് അതും ഇല്ല. കാരണം ഇവൻ ഈ സഭയുടെ പൈസ എടുത്ത് പുട്ടടിച്ച് നടക്കുന്നവനൊക്കെ എന്ത് മാന്യത. അതുകൊണ്ട് ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം വെറുതെ ഈ ഈ കച്ചറ ടീമുകളെയും അവരുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ട് അവർക്ക് വേണ്ടി കുഴൽ ഊതാൻ നടക്കുന്ന ഒരു സാധനം, അത്രയേ ഉള്ളൂ ഈ പുള്ളി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.